ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നത് ഡീംഡ് പ്രോസ്പെക്ടസിനെ പറ്റിയാണ്. ഡീംഡ് പ്രോസ്പെക്ടസ് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് ടൈമിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. ഡീംഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ്സ് നോട്ട് സോ ബട്ട് ടേക്കൺ ആസ് ഇഫ് ഇറ്റ്സ് സോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് അതല്ല, എന്നാൽ അതായിട്ട് കൺസിഡർ ചെയ്യും എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പോൾ ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോസ്പെക്ടസ് അല്ല, എന്നാൽ പോലും ഇത് പ്രോസ്പെക്ടസ് ആയിട്ട് കണക്കാക്കും എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം ഒരു ഡോക്യുമെൻ്റ് എപ്പോഴാണ് അത് പ്രോസ്പെക്ടസ് ആയിട്ട് കണക്കാക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം ശരിക്കും ആ ഡോക്യുമെൻ്റ് പ്രോസ്പെക്ടസ് അല്ല, എന്നിരുന്നാൽ പോലും അതിനെ പ്രോസ്പെക്ടസ് ആയിട്ട് ഡീംഡ് ചെയ്യും, ട്രീറ്റ് ചെയ്യും. അതായത് പെർസ്യൂം ചെയ്യണം. ഇതിനെ പറ്റിയാണ് നമുക്ക് ഡീംഡ് പ്രോസ്പെക്ടസിനകത്ത് പഠിക്കാനുള്ളത്. സോ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് ഫോർ സെയിൽ ടു ബി ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിലിനുള്ള സെക്യൂരിറ്റീസ്, അതായത് ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് ഫോർ സെയിൽ, നമ്മുടെ സെക്യൂരിറ്റീസ് വിൽക്കാനായിട്ട് ഓഫർ ചെയ്യുമ്പോഴുള്ള ഡോക്യുമെന്റ്സ് ടു ബി ഡീംഡ് പ്രോസ്പെക്ടസ്, അത് ഡീംഡ് പ്രോസ്പെക്ടസ് ആയി മാറുന്നതിനെ പറ്റിയാണ്. സെക്ഷൻ 25 provides that a document by which offer of securities for sale to the public is made shall be deemed prospectus. The provision of section 25 are mentioned under. അപ്പോൾ സെക്ഷൻ 25 പ്രകാരം എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് നമ്മുടെ വിൽക്കാനായിട്ട് ഓഫർ ചെയ്യുന്നു, അത് പബ്ലിക്കിലേക്ക്, അതിനെ ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് മാറും. അതിൻ്റെ ഡോക്യുമെന്റ് വയ്ക്കുന്നത് ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് മാറും. അത് സെക്ഷൻ 25 ആണ് പറയുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഡോക്യുമെന്റ്സ് വിച്ച് ആർ ഡീംഡ് ടു ബി പ്രോസ്പെക്ടസ്. ഡോക്യുമെന്റ് എപ്പോഴാണ് അത് ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് മാറുന്നത്? വേർ എ കമ്പനി അലോട്ട്സ് ഓർ agrees to allot any securities of the company with a view to all or any of those securities being offered for sale to the public. Any document by which the offer for sale to the public is made shall for all purpose be deemed to be prospectus issued by the company, and all enactments and rules of law as to the contents of prospectus and as to liability in respect of misstatements in and omission from prospectus or otherwise relating to prospectus shall apply with the modifications specified in subsection 3 and 4 and shall have effect accordingly, as if the securities had been offered to the public for subscription, and as if person accepting the offer in respect of any securities were subscription for those securities, but without prejudice to the liability, if any of the person by whom the offer is made in respect of misstatement contained in the document or otherwise in respect thereof, subsection 1. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് മാറുന്നതെന്നാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ കമ്പനി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറി ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയർസ് ഏജന്റ് ഉണ്ട്, ഒരു സെക്യൂരിറ്റി ഏജന്റ് ഉണ്ട്. അപ്പോൾ കമ്പനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി അവരുടെ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഈ ഷെയർസ് ഏജന്റിന് നൽകും. ഈ ഷെയർസ് സെക്യൂരിറ്റീസ് ഏജന്റിന് നൽകും. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് ഏജന്റ് ആണ് അത് പബ്ലിക്കിലേക്ക് എന്തെന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ പബ്ലിക്കിലേക്ക് ഇഷ്യൂ, അപ്പം ഇങ്ങനെ ഒരു പ്രോസസ്സ് സംഭവിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും എന്തുണ്ടാവും, ഒരു മാൽ പ്രാക്ടീസ് ഉണ്ടാകും. അതുപോലെ തന്നെ അതിന് കുറേയേറെ ലിമിറ്റേഷൻസ് ഉണ്ടാകും. സോ അതെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്ഷൻ 25 അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം കമ്പനി അവരുടെ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഏജന്റിന് കൊടുക്കുന്നു. ആ സെക്യൂരിറ്റി ഏജന്റ് എന്ന് പറയുന്നത് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോഴത്തേനും ഉണ്ടാകുന്ന ഡോക്യുമെന്റ് എന്ന് പറയുന്നത്, അപ്പം പബ്ലിക്കിന് കൊടുക്കുന്ന ഓഫർ ഉണ്ടാകുന്ന ആ ഓഫർ ലെറ്റർ മീൻസ് ആ ഓഫർ ലെറ്റർ പോലും എന്തെന്ന് പറയും, അതിനെ പ്രോസ്പെക്ടസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. അതിനാണ് ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. ആ വരുന്ന പ്രോസ്പെക്ടസിനകത്ത് അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെന്റോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒമിഷനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആഡ് ചെയ്യുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസ്പെക്ടസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ പ്രൊവിഷൻസ്, എന്തൊക്കെയായിരുന്നോ സബ്സെക്ഷൻ 3ലും 4ലും നമ്മൾ പഠിച്ചത്, ഇതെല്ലാം ഇവിടെ ഈ ഡീംഡ് പ്രോസ്പെക്ടസിന് ബാധകമായിട്ട് വരും. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന്
ഇനി ഈ എന്താ പറയുന്നത്, ഈ ഡീംഡ് പ്രോസ്പെക്ടസ് കണ്ടുകൊണ്ട് എന്ത് ചെയ്യാം, പബ്ലിക്കിന് എന്ത് ചെയ്യാം, ഈ സെക്യൂരിറ്റീസ് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന കഴിഞ്ഞ് ഇതിനകത്ത് ഇനി ഇത് ഡീംഡ് പ്രോസ്പെക്ടസ് ആണോ അതല്ലയോ എന്നുള്ളത് പിന്നീട് വരുമ്പോൾ കണ്ടുപിടിക്കാം. അതിന് ഒരു രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡോക്യുമെന്റിനെ അത് ഡീംഡ് പ്രോസ്പെക്ടസ് ആണോ അതോ അല്ലയോ എന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. നോർമൽ രീതിയിൽ ഒരു സെക്യൂരിറ്റീസ് ഏജന്റ് പബ്ലിക്കിലേക്ക് ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് ഓഫർ ചെയ്യുമ്പോഴത്തേന് കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ഡീംഡ് പ്രോസ്പെക്ടസ് ആണ്. കണ്ടീഷൻ നമുക്ക് താഴെ പറയുന്നുണ്ടെങ്കിൽ അടുത്ത കണ്ടീഷൻസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ഓഫേർഡ് ഫോർ സെയിൽ ടു ദ പബ്ലിക്. നമ്മുടെ സെക്യൂരിറ്റീസ് പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുവാണ്. ഫോർ ദ പർപ്പസ് ഓഫ് ദ കമ്പനീസ് ആറ്റ് 2030 ഇറ്റ് ഷാൽ അൺലെസ് ദ കോൺട്രറി ഈസ് പ്രൂവ്ഡ് ബി എവിഡൻസ് ദാറ്റ് അൻ അലോട്ട്മെന്റ് ഓർ ആൻ agreement to allot securities were made with view to securities being offered for sale to the public if it is shown. ഒന്നാമത്തെ എന്ന് പറയുന്നത് that an offer of the securities or any of them for sale to the public was made within 6 months after the allotment or agree to allot. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സെക്യൂരിറ്റീസ് ഏജന്റ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് അവർ സെക്യൂരിറ്റീസ് പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുമ്പോഴത്തേന് ഈ ഓഫർ ചെയ്യുന്ന സമയത്ത് ഈ സെക്യൂരിറ്റീസ് ഓഫർ ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് ഈ പറയുന്ന ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഈ സെക്യൂരിറ്റീസിൽ ഓഫർ ചെയ്യുമ്പോൾ അതിനകത്ത് ചെയ്യുന്ന ഡോക്യുമെന്റ് എപ്പോഴാണ് ഈ ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെന്ന് പറയുന്നത് ഈ ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് പബ്ലിക്കിലേക്ക് വിത്തിൻ 6 months ആഫ്റ്റർ ദ അലോട്ട്മെന്റ് ഓർ എഗ്രിമെന്റ് ടു അലോട്ട്. അതായത് കമ്പനി ഈ സെക്യൂരിറ്റീസ് ഏജന്റിന് അലോട്ട് ചെയ്തിട്ട് വിത്തിൻ 6 months ഈ പബ്ലിക്കിലേക്ക് ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി വെക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രോസ്പെക്ടസ് എന്തുമായിരിക്കും, ഡീംഡ് പ്രോസ്പെക്ടസ് ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഓറിന് വലുതായിട്ട് മീനിങ് ഉണ്ട്. അല്ലെങ്കിൽ രണ്ടാമതെന്ന് പറയുന്നത് that at the date when the offer were made, the whole consideration to be received by the company in respect of the securities had not been received by it in subsection 2. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ കൺസിഡറേഷൻ ഇപ്പം നമ്മൾ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഈ സെക്യൂരിറ്റീസ് ഏജന്റിന് അവരുടെ സെക്യൂരിറ്റീസ് എല്ലാം കൊടുത്തു. അപ്പം അവരിനി അത് പബ്ലിക്കിലേക്ക് കൊടുത്തതിന് ശേഷമല്ലേ അവർക്ക് അത് സെക്യൂരിറ്റീസിന്റെ മണി എല്ലാം കിട്ടത്തുള്ളൂ. അപ്പം കിട്ടിക്കഴിഞ്ഞിട്ട് അവർ റിസീവ് ചെയ്തതിന് ശേഷമേ കമ്പനിക്ക് അതിൻ്റെ ആ കൺസിഡറേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ ഈ പറയുന്ന പോലെ ഈ പ്രോസ്പെക്ടസ് ഡീംഡ് പ്രോസ്പെക്ടസ് ആവും. പക്ഷേ ഈ കൺസിഡറേഷൻ, അതായത് ഈ കമ്പനി ഈ സെക്യൂരിറ്റീസ് ഏജന്റിന് സെക്യൂരിറ്റീസ് അലോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ സെക്യൂരിറ്റീസ് ഏജന്റ് അവരുടെ കൺസിഡറേഷൻ കമ്പനിക്ക് കൈമാറിയിട്ടുണ്ട്. കമ്പനിക്ക് അതിന്റെ കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും ഡീംഡ് പ്രോസ്പെക്ടസ് ആകത്തില്ല. അപ്പോൾ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീംഡ് പ്രോസ്പെക്ടസ് ആവും. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 6 months ഈ പറയുന്ന പോലെ പബ്ലിക്കിലേക്ക് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക്കിന് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീംഡ് പ്രോസ്പെക്ടസ് ആകും. അല്ലെന്നുണ്ടെങ്കിൽ അത് ഡീംഡ് പ്രോസ്പെക്ടസ് ആവത്തില്ല. അല്ല എങ്കിൽ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്ത് ഇനി അല്ലാതെ ഇരിക്കുന്നു 6 months മേളിലായി, പക്ഷേ ഈ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഫുൾ കൺസിഡറേഷനും ഈ സെക്യൂരിറ്റീസ് ഏജന്റിൽ നിന്ന് കിട്ടിയതുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് എന്തെന്ന് പറയും, അത് ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് മാറും. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ കഴിഞ്ഞാൽ അത് ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് മാറും. അടുത്തതെന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് സെക്ഷൻ 26 നമ്മൾ പഠിച്ച എഫക്ട്സ് ആണെന്ന് പറയുന്നത് അതും ഈ സെക്ഷൻ 25 ആപ്ലിക്കബിലിറ്റി ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 26 നമ്മൾ ആപ്ലിക്കബിലിറ്റി ആയിട്ട് പഠിച്ചിരിക്കുന്ന സംഗതികളെല്ലാം എഫക്ട്സ് എല്ലാം തന്നെ ഈ ഡീംഡ് പ്രോസ്പെക്ടസിനും അത് ഒരുപോലെ തന്നെ ബാധകമാണ്. പറഞ്ഞിരിക്കുന്നത് it required a prospectus to be state in addition to the matters required by the section state in the prospectus. അപ്പോൾ പ്രോസ്പെക്ടസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമതെന്ന് പറഞ്ഞാൽ the net amount of the consideration received or to be received by the company in respect of the security which the offer relates.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൺസിഡറേഷൻ എല്ലാം എന്തെന്ന് പറയുന്നത് കമ്പനിക്കെന്ന് പറയുന്നത് ഈ ഈ ഓഫർ റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കൺസിഡറേഷനും നെറ്റ് എമൗണ്ടും എന്തോ ചെയ്യുന്നത് കമ്പനിക്ക് റിസീവ് ചെയ്തിരിക്കണം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ടൈം ആൻഡ് പ്ലേസ് ഓഫ് വിച്ച് ദ കോൺട്രാക്ട് ബീങ് അണ്ടർ ദ സെഡ് സെക്യൂരിറ്റീസ് ഹാവ് ബീൻ ഓർ ആർ ടു ബി അലോട്ടഡ് മേ ബി ഇൻസ്പെക്റ്റഡ്. ഈ ഈ ടൈം അതുപോലെ പ്ലേസ് ഈ പറയുന്ന പോലെ ഈ നമ്മുടെ ഈ സെക്യൂരിറ്റീസ് ഏജന്റുമായിട്ട് ഉണ്ടായ ആ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ എഗ്രിമെന്റ് ഇതെല്ലാം എന്തോ ചെയ്യുന്നു ഇൻസ്പെക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇതെല്ലാം എന്തെന്ന് പറയുന്നത് ഇതിന്റെ ഒരു എഫക്റ്റ് ആണ്. അടുത്തെന്ന് പറയുന്നത് ദ പേഴ്സൺ മേക്കിംഗ് ദ ഓഫർ വെയർ പേഴ്സൺ നെയിംഡ് ഇൻ എ പ്രോസ്പെക്ടസ് ആസ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി. അപ്പോൾ എന്ന് പറയുന്നത് ഈ പ്രോസ്പെക്ടസിനകത്ത് ആരുടെ പേരാണോ എഴുതിയിരിക്കുന്നത് അതെന്ന് പറയുന്നത് കമ്പനിയുടെ ഡയറക്ടർ ആയി അതിനെ കണക്കാക്കും. സോ ദ പേഴ്സൺ മേക്കിംഗ് ദ ഓഫർ വെയർ പേഴ്സൺ നെയിംഡ് ഇൻ എ പ്രോസ്പെക്ടസ് ആസ് ഡയറക്ടർ ഓഫ് എ കമ്പനി, കമ്പനിയുടെ ഡയറക്ടർ ആയിരിക്കും. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഇച്ചിരി നേരത്തെ കണ്ടിരിക്കുന്ന സെയിം കാര്യം തന്നെയാണ്. സൈനിങ് ഓഫ് ഡോക്യുമെന്റ് ഇൻ കേസ് ഓഫ് കമ്പനി ഓർ എ ഫേം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ഫേമാണ് ഒരു ഫേമാണ് ഈ പറയുന്നത് പോലെ ഇതിൻ്റെ ഏജന്റ് ആയിട്ട് ഇന്റർമീഡിയറ്ററി ആയിട്ട് നിൽക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ where a person making an offer to which this section relates to a company or a firm, it shall be sufficient of the document referred to in subsection 1 is signed on behalf of the company or firm by two directors of the company or by not less than one half of the partners in the firm as the case may be. അപ്പോൾ കമ്പനി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ഡയറക്ടേഴ്സ് ആയിരിക്കും നമ്മുടെ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യുന്നത്. അതല്ല ഫേം ആണ് അതിൻ്റെ സ്ഥാനത്തെന്നുണ്ടെങ്കിൽ നോട്ട് ലെസ് ദാൻ 1/2 ഓഫ് ദി, അതായത് 1/2 കുറയാത്ത പാർട്ട്നേഴ്സ് എന്തോ ചെയ്തിരിക്കണം അതിനകത്ത് സൈൻ ചെയ്തിരിക്കണം. ആസ് ഇൻ ദ കേസ് മേ ബി എന്ന് പറഞ്ഞാൽ കമ്പനി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ്, ഫേം ആണെന്നുണ്ടെങ്കിൽ നോട്ട് ലെസ് ദാൻ 1/2 ഓഫ് ദ പാർട്ട്നേഴ്സ്, പാതിയിൽ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്തിരിക്കണം പാർട്ട്നേഴ്സ് അതിനകത്ത് സൈൻ ചെയ്തിരിക്കണം. ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഹാസ് ദ അലോട്ടി സോൾഡ് ഷെയർസ് ടു പബ്ലിക് വിത്തിൻ 6 months ആഫ്റ്റർ അലോട്ട്മെന്റ്. അപ്പോൾ ഈ അലോട്ടി എന്ന് പറയുന്നത് ആ സെക്യൂരിറ്റി ഏജന്റ് ആണ്. അപ്പോൾ അലോട്ടി എന്ന് പറയുന്നത് അവർക്ക് അലോട്ട് ചെയ്തിട്ട് വിത്തിൻ 6 months പബ്ലിക് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ യെസ് ആണെങ്കിൽ അതെന്തോ ചെയ്യും, ഡീംഡ് പ്രോസ്പെക്ടസ് ആവും. അപ്പോൾ ഇതിവിടെ യെസ്, അപ്പോൾ ഇവിടെ യെസ് ആണെന്നുണ്ടെങ്കിൽ അതെന്തോ ചെയ്യും, ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് നോ എന്ന് എഴുതാം. അവിടെ മറ്റടുത്ത് ഓർ ആണ് കിട്ടുന്നത്, അതുകൊണ്ട് ഇനി ഇപ്പോൾ ഇത് നോ എന്ന് വെച്ചോ, അതായത് വിത്തിൻ 6 months അല്ല ഇത് അലോട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും കൂടി ഒന്ന് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാലും ഡീംഡ് പ്രോസ്പെക്ടസ് ആവും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് ദ അലോട്ടി പെയ്ഡ് ഫുൾ കൺസിഡറേഷൻ ടു കമ്പനി ബിഫോർ ഓഫർ സെയിൽ ടു ദ പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്ന പോലെ കൺസിഡറേഷൻ എല്ലാം അലോട്ടി കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡീംഡ് പ്രോസ്പെക്ടസ് അല്ല. അല്ലെങ്കിൽ ഇത് ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ വിത്തിൻ 6 months എന്ന് പറയുന്നത് അലോട്ടി ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീംഡ് പ്രോസ്പെക്ടസ് ആവും. അതുപോലെ സെക്കൻഡ് കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡറേഷൻ ഒന്നും കൊടുത്തില്ല എങ്കിൽ അത് ഡീംഡ് പ്രോസ്പെക്ടസ് ആവും. കൺസിഡറേഷൻ സെയിലിന് മുന്നേ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നതിന് മുന്നേ കൺസിഡറേഷൻ കൊടുത്താൽ അത് നോട്ട് ഡീംഡ് പ്രോസ്പെക്ടസേ അല്ല. അപ്പോൾ അതാ യെസ് നോട്ട് ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇനി വിത്തിൻ 6 months മുകളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ഡീംഡ് പ്രോസ്പെക്ടസ് ആണ്. പക്ഷേ ഒരെണ്ണം കൂടെ ഉണ്ട്, ആ അലോട്ടി പെയ്ഡ് ഫുൾ കൺസിഡറേഷൻ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡറേഷൻ ഓഫർ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഡീംഡ് പ്രോസ്പെക്ടസ് അല്ല, കൊടുത്താൽ അത് ഡീംഡ് പ്രോസ്പെക്ടസ് ആയിരിക്കും. സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. It is to be noted that all applicable provisions related to prospectus by misstatement, contents, civil and criminal liability etc. are applicable to the deemed prospectus. പ്രോസ്പെക്ടസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രൊവിഷൻസും, അത് മിസ്സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ കണ്ടൻസിൻ്റെ കാര്യത്തിലായാലും സിവിലും ക്രിമിനൽ ലൈബിലിറ്റി ഇതിൻ്റെ എല്ലാ കാര്യത്തിലും അതുപോലെ തന്നെ ഡീംഡ് പ്രോസ്പെക്ടസിനും ആപ്ലിക്കബിൾ ആണ്.
There is no dilution of liability for the persons making the offer, which is addition to the liability of the company whose securities are offered for sale. Additionally, below mentioned information need to be disclosed as well in the deemed prospectus. അതുപോലെ ഇതിനകത്ത് ഒരു ഡിലൂഷൻസും ഉണ്ടാകാൻ പാടില്ല. അപ്പം എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഡിസ്ക്ലോഷേഴ്സ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ദ നെറ്റ് എമൗണ്ട് ഓഫ് ദ കൺസിഡറേഷൻ റിസീവ്ഡ് ഓർ ടു ബി റിസീവ്ഡ് ബൈ ദ കമ്പനി ഇൻ റെസ്പെക്ട് ഓഫ് ദ സെക്യൂരിറ്റീസ് ടു വിച്ച് ദ ഓഫർ റിലേറ്റ്സ്. ഈ ഓഫർ റിലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസിഡറേഷന് അതിൻ്റെ നെറ്റ് എമൗണ്ട് റിസീവ് ചെയ്തിരിക്കണം, കമ്പനി റിസീവ് ചെയ്തിരിക്കണം. അതുപോലെ ദ ടൈം ആൻഡ് പ്ലേസ് അറ്റ് വിച്ച് ദ കോൺട്രാക്ട് വെയർ അണ്ടർ ദ സെറ്റ് സെക്യൂരിറ്റീസ് ഹാവ് ബീൻ ഓർ ആർ ബി അലോട്ടഡ് മേ ബി ഇൻസ്പെക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ഏജൻറ്റുമായിട്ടുണ്ടായ കോൺട്രാക്റ്റും അതുപോലെ അവരുണ്ടായ എഗ്രിമെൻറ്റും ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യപ്പെടും? ഇൻസ്പെക്ട് ചെയ്യപ്പെടും. ദ പർപ്പസ് ഓഫ് ഡീമിംഗ് പ്രൊവിഷൻ ഈസ് ടു പ്രൊട്ടക്റ്റ് ഗുല്ലിബിൾ ഇൻവെസ്റ്റേഴ്സ് ഫ്രം വേരിയസ് ഫ്രോഡുലന്റ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതെന്താണ് ഈ ഡീമിംഗ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ഡീമിംഗ് പ്രോസ്പെക്ടസ് ആയി മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീമിംഗ് പ്രൊവിഷൻസ് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റേഴ്സിന് ഈ ഫ്രോഡുലന്റ് പ്രാക്ടീസിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഗതികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇന്റർമീഡിയറ്ററി വഴി, അതായത് കമ്പനി ഇപ്പോൾ ഒരു ഇന്റർമീഡിയറി വഴി ഇങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ കമ്പനി നേരെ ഇന്റർമീഡിയർക്ക് കൊടുക്കും, ഇന്റർമീഡിയറി പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യും. അവർ ഓഫർ ചെയ്ത് കഴിയുമ്പോഴത്തേന് അവരുടെ മിസ്സ്റ്റേറ്റ്മെൻറ്റോ സംഗതികളോ വെച്ച് കഴിഞ്ഞാൽ ഇവർ അവരുടെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്ന് പറയും, അങ്ങനെയൊക്കെ കുറേ രക്ഷപ്പെടും. സോ ഈ പബ്ലിക് അതായത് ഇപ്പോൾ അതെല്ലാം ഇന്റർമീഡിയറിയാണ് ചെയ്തത്, അവരാണ് ഇതിനകത്ത് മിസ്സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയെന്ന് പറഞ്ഞ് രക്ഷപ്പെടാം. അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് ചെയ്താലും അത് പ്രോസ്പെക്ടസ് ആയിട്ട് തന്നെ, ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുമെന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ്. അങ്ങനെ വരുമ്പോഴത്തേന് അതിനകത്തെല്ലാം ജെന്യുവിനിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുകയും ചെയ്യും. ഈ ഫ്രോഡുലന്റ് പ്രാക്ടീസിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിനെ സംരക്ഷിക്കുകയും ചെയ്യും. സോ ഇതാണ് ഡീംഡ് പ്രോസ്പെക്ടസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത്, സെക്ഷൻ 25 എന്ന് പറയുന്നത്. സോ ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കാം. താങ്ക് യു.